നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമായ എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മളെ തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്തുക്കൾ പല ജാതിക്കാരുണ്ട്, പല മതക്കാരുണ്ട്, എല്ലാ സമുദായക്കാരുമുണ്ട്. എനിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ചിലർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ പറയണത്, നമ്മൾ അത്ര ശരീരം നല്ല വെളുത്തിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, നമ്മൾ കറുത്തവരാണ്, ഞങ്ങളുടെ ശരീരം കണ്ടാൽ നല്ല കരി അടിച്ച് തേച്ചതുപോലെ ഇരിക്കും, അവരുടെയൊക്കെ ശരീരം നല്ല വെളുപ്പാണ്. അത് ഒരു ജാതിക്ക് മാത്രം ഉണ്ടാകുന്നൊരു പ്രശ്നമല്ല, എല്ലാ ജാതിക്കാർക്കും, നായന്മാരെ നോക്കിയാലും അതുപോലെ തന്നെ ഈഴവ സമുദായക്കാരെ നോക്കിയാലും ബ്രാഹ്മണരെ നോക്കിയാലും ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണരെ നോക്കിയാലും, അത് മാത്രമല്ല നമ്മുടെ കീഴ്ജാതിക്കാരെ എന്ന് പറയപ്പെടുന്ന SC ST നോക്കിയാലും അവരിലും കറുപ്പുമുണ്ട് വെളുപ്പുമുണ്ട്. അതിൽ വെള്ളത്തൊലിയുള്ളവർ, അതിലും വെള്ളത്തൊലിയുള്ളവരുണ്ട്, അതിലും കറുത്ത തൊലിയുള്ളവരുണ്ട്. അപ്പോൾ ഈ കറുത്ത തൊലിയുള്ളവർക്കെല്ലാം ഒരു അപകർഷതാബോധം, ഞങ്ങൾ കറുത്തിരിക്കുന്നു, അവരൊക്കെ വെളുത്തിരിക്കുന്നു, അപ്പോൾ അവരൊക്കെ ഞങ്ങളെക്കാൾ എന്തോ കൂടിയവരാണ്, ഞങ്ങൾ കുറഞ്ഞവരാണെന്നുള്ളൊരു ഭാവം. അതിനുള്ള ഒരു ഉത്തമ മറുപടിയാണിത്. നിങ്ങൾ സശ്രദ്ധം ഈ വീഡിയോ ഒന്ന് കേട്ടിരിക്കുക. നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ മഹാരാജ്യം, ഇക്വേറ്ററിനോട്, അതായത് പറഞ്ഞാൽ ഭൂമധ്യരേഖ പ്രദേശത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളിൽ പെട്ടതാണ്. ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇതൊക്കെ ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടും, നല്ല തീക്ഷ്ണമായ സൂര്യപ്രകാശം കിട്ടും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയിൽ, ഇത്രയും നല്ല ചൂടുള്ള ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഓട്ടോമാറ്റിക്കലി കറുത്ത സ്കിൻ വരും. അത് പ്രകൃതി തന്നെ കൊടുക്കുന്നതാണ്. അവരുടെ അച്ഛന്മാർക്ക് കാണും, അവരച്ഛനച്ഛന്മാർക്ക് കാണും, അവരച്ഛൻ്റെ അച്ഛൻ്റെ 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 അച്ഛന്മാർക്ക്, അവരെല്ലാം കറുത്തവരായിരിക്കും. കാരണം അവരുടെ ശരീരത്തിൽ മെലാനിൻ ഉണ്ട്, പ്രകൃതി തന്നെ അവർക്ക് മെലാനിൻ കൊടുത്തിട്ടുണ്ട്. മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവാണ് ഈ ശരീരത്തിൻ്റെ തൊലിക്ക് കറുത്ത വർണ്ണം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിൽ മെലാനിൻ ഉണ്ട്. അപ്പോൾ മെലാനിൻ ഉള്ളവരാണ് ഇന്ത്യയിൽ ജീവിക്കാൻ യോഗ്യതയുള്ളവർ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ജീവിക്കാൻ യോഗ്യതയുള്ളവർ കറുത്ത ശരീരമുള്ളവരാണ്. അവരാണ് ഈ നാട്ടിൻ്റെ സന്തതികൾ. അവരാദ്യം മനസ്സിലാക്കുക. അതായത് ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന പ്രദേശം, അവിടെയൊക്കെ ഒരു ശകലം വെയിലടിച്ചാൽ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികൾ അവരുടെ ശരീരത്തിൽ ഏറ്റ് മെലനോമ പോലുള്ള സ്കിൻ ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ പ്രകൃതി തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഉപാധിയാണ് ശരീരത്തിലെ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു, കറുത്ത വർണ്ണവസ്തു. അത് പാരമ്പര്യമായിട്ട് ഉള്ളവൻ മാത്രമാണ് ഈ നാട്ടിൻ്റെ സന്തതി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ദക്ഷിണേന്ത്യ, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളടങ്ങിയ ദക്ഷിണേന്ത്യ, അവിടെ ജീവിക്കുന്നവർ ഓട്ടോമാറ്റിക്കലി കുറച്ചൊക്കെ കറുത്ത് തന്നെ ഇരിക്കും, കൂടുതൽ കറുത്തിരിക്കും. ഉത്തരേന്ത്യയിലുള്ളവരും കറുത്തിരിക്കും, അവിടെയും നല്ല വെയിലൊക്കെ അടിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഈ കാശ്മീർ താഴ്വരയിലുള്ള ആ ഒരു ഏരിയ മാത്രമാണ് ഇത്തിരി തണുത്ത ഏരിയ, ബാക്കിയുള്ളതെല്ലാം നല്ല മുട്ടം വെയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള യഥാർത്ഥത്തിൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ, പർട്ടിക്കുലർലി ദക്ഷിണേന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ കറുത്ത തൊലിയുള്ളവരാണ്. അവരാണ് ഈ നാട്ടിൽ ജീവിക്കുവാൻ പ്രകൃതി തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ. അവർക്ക് മാത്രമേ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും കഴിച്ചാലും ഇവിടെയുള്ള തദ്ദേശീയർക്ക് അത് ദഹിച്ചു പോകും. അതേസമയം വെള്ളത്തൊലിയുള്ളവന് ദഹിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ ഈ വെളുത്ത തൊലിയുള്ളവർ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. മുമ്പ് നമ്മുടെ ആയറനൈസേഷൻ തിയറി പറയുന്നുണ്ട്. അതായത് ഈ നമ്മുടെ വെസ്റ്റേൺ രാജ്യങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ട് ക്ലോസ്ലി ജനിതക ഘടന ഷെയർ ചെയ്യുന്ന പീപ്പിൾസ്, ഇവരുടെ ജനിതക ഘടനയും ഒരു സായിപ്പിൻ്റെ, വെള്ളത്തൊലിയുള്ള ഒരു സായിപ്പിൻ്റെ ജനിതക ഘടനയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്നുപോലെ ഇരിക്കും. ഏതാണ്ട് ഒന്നുപോലെ, ഒരു 99.9% ഒന്നുപോലെ ഇരിക്കും. വാസ്തവത്തിൽ ഇവരൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതേസമയം ഇവിടുത്തെ കറുത്ത ആൾക്കാരുടെ ജനിതക ഘടന എടുത്ത് നോക്കിയാൽ ആഫ്രിക്ക, നീഗ്രോ തുടങ്ങിയ ആൾക്കാരുടെ ജനിതക ഘടനയായിട്ട് ക്ലോസ്ലി സാമ്യതയുണ്ടായിരിക്കും.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെളിയിലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ മധ്യപൂർവേഷ്യ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചില മൈഗ്രേഷൻസ്, അതായത് അവിടുത്തെ ആൾക്കാരുടെ ചില മൈഗ്രേഷൻസ്, വെള്ള തൊലിയുള്ള ആൾക്കാരുടെ ചില മൈഗ്രേഷൻസ് ഇന്ത്യയിലോട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഭവിഷ്യപുരാണത്തിലും പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. കാശ്യപ പ്രജാപതി മ്ലേച്ഛദേശത്ത് നിന്ന് മ്ലേച്ഛന്മാരെ ഉപനയനം ചെയ്യിപ്പിച്ച് അവരെ വെസ്റ്റേണേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഇവിടുത്തെ ശ്രേഷ്ഠ വംശങ്ങളെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവിടെ വന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വെള്ള ശരീരമാണുള്ളത്. അവരിവിടെ വന്ന് അവരുടെ ശാരീരിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ഇവിടുത്തെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടായവരാണ് ഈ മിഡിൽ കളറിലിരിക്കുന്നത്. അതായത് പറഞ്ഞാൽ കുറേ വെളുപ്പ്, കുറേ കറുപ്പ്, പുതുനിറം, ചുവന്ന നിറം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ചുവന്ന നിറമെന്ന് പറയാൻ പറ്റില്ല, പുതുനിറം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യക്കാരുടെ യഥാർത്ഥ നിറമെന്ന് പറയുന്ന കരിക്കലം പോലത്തെ കറുപ്പും ചുവന്ന വർണ്ണവുമാണ്, റെഡാണ്, റെഡ് കളറും. അപ്പോൾ അതാണ് റെഡ് ഇന്ത്യൻസ്, നമ്മുടെ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള റെഡ് ഇന്ത്യൻസ്, അതുപോലെ തന്നെ ഇവിടെയുള്ള പാണ്ഡ്യന്മാർ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കറുത്ത ശരീരമുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ തന്നെ ആൾക്കാരാണ്. ഇവിടെ ജീവിക്കുവാൻ ഇവിടുത്തെ പ്രകൃതി തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ. അപ്പം വെളുത്ത തൊലി എങ്ങനെ വന്നു, വെള്ള ശരീരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇതുപോലെ മധ്യപൂർവേഷ്യ, മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഇവിടെ മൈഗ്രൻ്റായിട്ട് വന്ന ആൾക്കാർ, അവർ ഇവിടെയുള്ള ആൾക്കാരോട് സംബന്ധം ചെയ്യുമ്പോഴാണ് ഇവിടെയുള്ള ചിലർക്കൊക്കെ വെളുത്ത തൊലി കിട്ടിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽ നല്ല കറുത്ത ഒരുത്തനുമുണ്ട്, നല്ല വെളുത്ത ഒരുത്തനുമുണ്ട് എന്നിരിക്കട്ടെ. അതിൽ വെള്ള ശരീരമുള്ളവൻ ലജ്ജിക്കുകയാണ് വേണ്ടത്. വെള്ള ശരീരമുള്ളവൻ പറയണം, എങ്ങനെ, അയ്യേ ഞാൻ വെളുത്ത ശരീരമായിപ്പോയി, ഞാൻ ഈ നാട്ടിലെ പ്രജയല്ല, ഞാൻ സങ്കരവർണ്ണത്തിലുണ്ടായവനാണ്, അതായത് എൻ്റെ ബ്ലഡ് പ്യുവറല്ല, എൻ്റെ രക്തം പരിശുദ്ധമല്ല, ഞാൻ പല പിതാക്കന്മാർക്ക്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പല തന്തമാർക്കുണ്ടായതിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞ് അവൻ സ്വയം തരം താഴ്ത്തുകയാണ് വേണ്ടത്. അതേസമയം നല്ല കറുത്ത തൊലിയുള്ളവൻ അന്തസ്സോടെ പറയണം, എൻ്റെ രക്തം പ്യുവറാണ്, എൻ്റെ പൂർവികന്മാരുടെ രക്തമാണ് എൻ്റെ സിരകളിൽ ഓടുന്നത്, വല്ല സായിപ്പിൻ്റെയും രക്തം എൻ്റെ ശരീരത്തിലില്ല, ഞാൻ പല തന്തമാർക്കുള്ള പാരമ്പര്യത്തിലുള്ളവനല്ല, ഞാൻ ശരിയായ ഈ നാടിൻ്റെ മകനാണ് എന്ന അഭിമാനത്തോടെ പറയണം. കറുത്ത ശരീരമുള്ളവൻ അവൻ ഇന്ത്യക്കാരനാണെങ്കിൽ, നേരെ മറിച്ച് വിദേശിയാണെങ്കിൽ തിരിച്ചാണ് പറയേണ്ടത്. ഇപ്പോൾ യൂറോപ്യനാണെങ്കിൽ പറയണം, വെള്ള ശരീരമുള്ളവരാണ് അവിടെ അഭിമാനിക്കേണ്ടത്, എൻ്റെ രക്തം പ്യുവറാണ്, നീ കറുത്ത ശരീരമുണ്ടെങ്കിൽ നീയാണ് പല തന്തമാർക്കുണ്ടായത് എന്ന് പറയണം. പക്ഷെ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ, ഇഫ് യു ആർ ആൻ ഇന്ത്യൻ യു ഷുഡ് സേ, നിങ്ങൾ പറയണം, കറുത്ത ശരീരമുള്ളവൻ പറയണം, എൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം പ്യുവറാണ്, ഞാൻ പല തന്തമാർക്കുള്ള പാരമ്പര്യത്തിലുണ്ടായവനല്ല, ഞാൻ ഇവിടുത്തെ സന്തതിയാണ്, ഇവിടുത്തെ പ്രകൃതി തിരഞ്ഞെടുത്ത് ഇവിടെ ജീവിക്കാൻ വേണ്ടി അനുവദിച്ച ഇവിടുത്തെ നാട്ടിൻ്റെ മകനാണ് ഞാൻ എന്ന അഭിമാനത്തോടെ വെളുത്ത ശരീരമുള്ളവനോട് പറയണം. ഇവിടെ വെളുത്ത ശരീരമുണ്ടെന്ന് കരുതി അഹങ്കരിക്കുന്നവൻ ലജ്ജിക്കണം. കാരണം ഞാൻ പല തന്തമാർക്കുണ്ടായവനാണ്, പല തന്തമാരുടെ പാരമ്പര്യത്തിൽ വന്നതുകൊണ്ടാണ്. അത് വിദേശത്തിലുള്ള ഏതോ വിദേശ മൈഗ്രൻസിൻ്റെയോ അല്ലെങ്കിൽ അറബിക്കിൻ്റെയോ ഒക്കെ ബ്ലഡ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ ശരീരം വെളുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ എൻ്റെ സുഹൃത്തുക്കൾ ആരും തന്നെ കറുത്ത ശരീരമുണ്ടെന്ന് കരുതി സ്വയം അപമാനിതരാകരുത്. നിങ്ങൾ അഭിമാനത്തോടെ തന്നെ ഉയർന്നു നിൽക്കുക. നിങ്ങളാണ് ഈ നാട്ടിൻ്റെ സന്തതി, നിങ്ങളുടെ രക്തം പ്യുവറാണ്, നിങ്ങളുടെ രക്തം ശുദ്ധമാണ്. അന്തസ്സോടെ ജീവിക്കുക. നമസ്കാരം.